ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാലിക്കറ്റിൽ വെങ്ങാലി എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്. എന്തിനു വന്നതെന്ന് ചോദിച്ചാൽ പ്രീമിയം ലെതർ മാനുഫാക്ചറിങ് കമ്പനിയായ പോർച്ച് ഓട്ടോമോട്ടീവ്. ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലെതർ, അതായത് മെയിനായിട്ട് ഇവിടെ ലെതർ വർക്ക്സ് ആണ്. സീറ്റ് മാനുഫാക്ചറിങ്, ലെതർ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ എലോയ്സ് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓഫീസിലേക്ക് എൻ്റർ ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. വെൽക്കം ടു കാർസ് ആൻഡ് ഫ്യൂച്ചർ. ഈ ഒരു പോർച്ച് ഓട്ടോമോട്ടീവിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചെറിയൊരു ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതിലുള്ള ചെറിയൊരു ബ്രീഫ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഫസ്റ്റ് മെയിനായിട്ട് ഇവർ ചെയ്യുന്നത് കാർ ലെതർ മാനുഫാക്ചറിങ് ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിങ്, കസ്റ്റമൈസ്ഡ് സീറ്റ്, PU സീറ്റ്സ് വർക്ക്, പ്രീമിയം കാർസിൻ്റെ റൂഫ് കാര്യങ്ങളെല്ലാം ഈ ഒരു പോർച്ച് ഓട്ടോമോട്ടീവ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം കാർസായിട്ട് അല്ലെങ്കിൽ സാധാ നോർമൽ കാർസായിട്ടും പ്രീമിയം കാർസായിട്ടും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ കോസ്റ്റിൽ നമുക്ക് വാഹനം നമുക്ക് ഏതാണോ വേണ്ടത് അതിൻ്റേതായ കോസ്റ്റിൽ നമുക്ക് ഈ ഒരു പോർച്ച് ഓട്ടോമോട്ടീവ് നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ ഒരു സ്ഥാപനം, ഈ ഒരു കമ്പനിയിൽ സീറ്റ്സിന് വർക്ക് ചെയ്ത കുറച്ച് വാഹനങ്ങളുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് എല്ലാവർക്കും കണ്ട് മനസ്സിലാകും, സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റായ വണ്ടിയാണ്. എൻഡോവർ റാപ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്തൊരു കാറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ്സ് വർക്കും ഈ ഒരു പോർച്ച് ഓട്ടോമോട്ടീവ് ആണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വാഹനം ഞാൻ കാണിച്ചിരുന്നു, ഫോർഡിൻ്റെ എൻഡോവർ റാപ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ ഒരു രക്ഷിതാണ് പേര് വർക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് സീറ്റ്സിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം? ഇത് സീറ്റിൻ്റെ മോൾഡിങ് സീറ്റാണ്. മോൾഡിങ് സീറ്റ്. ഇത് നാപ്പ ലെതർ പറയും. സെൻട്രലുള്ളത് പെർഫെക്റ്റഡ് ലെതറാണ്. പെർഫെക്റ്റ് ലെതറിൽ നല്ല ഭംഗിയുള്ള കോസ്റ്റ്ലി ലെതറാണ് ഇത്. ഇത് നാപ്പ ലെതർ. ഇത് ഡബിൾ പോയിന്റഡ്ലി ത്രെഡ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഏത് വണ്ടികൾ വന്നാലും ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. ഏത് വണ്ടി വേണമെങ്കിലും ചെയ്യും. ഇവിടെ കുറച്ച് വാഹനങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫോർഡ് എൻഡോവർ റാപ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ സീറ്റ്സ് വർക്കും ഇവരെന്നാണ് ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ കാണാൻ നമ്മൾ വീഡിയോ ചെയ്തിരുന്ന RS5ൻ്റെ സീറ്റ്സ് വർക്കും ഈ ഒരു പോർച്ച് ഓട്ടോമോട്ടീവ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സീറ്റ്സും കൂടി നമുക്ക് അവരോട് ചോദിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സീറ്റ്സും? ഇത് സാധാ നാപ്പ ലെതറാണ്, നല്ല കോസ്റ്റ്ലി ലെതറാണ്. ഇത് സെയിം അങ്ങനെ പെർഫെക്റ്റഡ് ലെതറിൽ ചെയ്താണ്. ലെതർ കളർ പെർഫെക്റ്റഡ് ലെതർ പറയും. ഇത് നാപ്പ ലെതറാണ്. ഇത് പെർഫെക്റ്റ്. ബാഡ്ജ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ തന്നെ അതെ പുറത്ത് പ്രിന്റഡ് കട്ട് ചെയ്തെല്ലാം ഞങ്ങൾ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് സെയിം മെജർമെന്റിൽ ചെയ്ത അളവാണ്. സെയിം മെജർമെന്റ്. സ്കിൻ ഫിറ്റ് എന്ന് പറയുന്നത്. സ്കിൻ ഫിറ്റ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ പിന്നെ ഇതാണ് ഓൾഡ് ഇൻഡോവൻ്റെ സീറ്റാണ്. ഓൾഡ് ഇൻഡോവൻ്റെ സീറ്റിൽ ഞങ്ങൾ ഡെമോ ഇത് മോൾഡിങ് ആക്കിയിട്ട് ഈ ഷേപ്പ് വന്നതാണ്. ഇതും ഒക്കെ അതെ സെയിം ഓൾഡ് ഇൻഡോവൻ്റെ സീറ്റാണ് ഷേപ്പ് ആയിട്ട്. കാണിക്കാൻ വേണ്ടിയിട്ട് അതെ കസ്റ്റമർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇറ്റാലിയൻ ലെതർ പറയും. ഇറ്റാലിയൻ ലെതർ കുറച്ചുകൂടി കോസ്റ്റ്ലി അല്ല, കോസ്റ്റ്ലി ലെതർ നാപ്പ ലെതർ. ഇത് ഇറ്റാലിയൻ ലെതർ. പിന്നെ ഈ എലോയ്സും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കും? ഇവിടുന്ന് പുറത്ത് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ ഗാരേജിൽ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള എലോയ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ഈ ഒരു മാറ്റിൻ്റെ ഒക്കെ നെയിം എന്താണ്? സീറ്റിനോട് വരുന്നതിൻ്റെ മാറ്റ് എന്നാണല്ലോ. ഓക്കെ. ബാക്കിയുള്ള കാർ പോളിഷിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡെമോ ആയിട്ട് കാണാം. ഇനി അടുത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ് എൻട്രിയാണ്. അതായത് സ്റ്റിച്ചിങ് ഏരിയയാണ്. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈലറിങ് മെഷീൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ ലെതർ സീറ്റ്. ഇത് ലെതറാണ്. ഇതാണ് ഇറ്റാലി ലെതർ പറയൂ. ഇത് ഇറ്റാലി ലെതറിൽ പെർഫെക്റ്റ് ആണ്. ഇതെല്ലാം സെയിം ആണ്. പിന്നെ ഇത് നാപ്പ ലെതറാണ്. നല്ല ക്വാളിറ്റി ഉള്ള കോസ്റ്റ്ലി വരുന്ന ലെതറാണ്. ഇത് നല്ല കോസ്റ്റ്ലിയാണ്. ഇത് അത്ര ഞങ്ങൾ ഷോക്ക് ഒന്നും ചെയ്യില്ല. ഇത് നല്ല ഷോക്ക് ഉണ്ടാവും. ഞങ്ങൾ എന്തെങ്കിലും വണ്ടി അപ്പം തന്നെ ചെയ്ത് കൊടുക്കും. ഇത് കസ്റ്റമർ ഓർഡർ ചെയ്ത ഇത് കൊണ്ടുവന്നിട്ട് ചെയ്യും. ഇതെല്ലാം സെയിം ഇറ്റാലി ലെതർ അല്ല. ഇത് തന്നെ ഇത് നാപ്പതിൽ കുറച്ച് ക്വാളിറ്റി ഉള്ള നാപ്പാണ്. സ്റ്റിച്ചിങ് തന്നെയാണ്. ഇത് അവിടെ സ്റ്റിച്ച് ഞങ്ങൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. പിന്നെ ഇവിടെ പോം കട്ട് ചെയ്ത് മാർക്കിങ് ഇവിടെ തന്നെയാണ്. ഇത് മാർക്കിംഗ് ആണ്. ഇവിടെ ഇതാണ് മെജർമെന്റ് ആണ്. ഞങ്ങളത് ഈ മെജർമെന്റ് എടുത്തിട്ട് മാർക്ക് ചെയ്യും. ഇവിടെ മാർക്ക് ചെയ്ത് പിന്നെ ഇവിടെ വന്നിട്ട് ഇത് പോം ഇടും. പോം ഇത് മതി. പിന്നെ ഇവിടെ പോം സ്റ്റിച്ചിങ് ആണ്. പോം സ്റ്റിച്ചിങ് മിക്ഷൻ പറയും. പിന്നെ അതാണ് അറ്റാച്ചിങ് ആണ്. ഇത് അറ്റാച്ച് ചെയ്യുന്നതാണ്. അറ്റാച്ചിങ് ആണ്. ഇത് ഇവിടെ അറ്റാച്ചിങ് ചെയ്ത് പിന്നെ സെയിം ഇതെല്ലാം പോയിന്റഡ് അടിക്കും ഈ മിഷനിലാണ്. ഇത് 10 ത്രെഡ് പറയും. 10 ത്രെഡ് പറയും. ഇത് പോയിന്റഡ് ആണ്.
എനിക്ക് വലിയ ഐഡിയ അല്ല, ഒരു ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിന് എത്രത്തോളം ഇവിടെ ഒരു യൂസ്ഫുൾ ആണ് എന്നുള്ളത്. ഒരു വാഹനം നമുക്ക് കൊണ്ടുവന്നാൽ അത്രക്കും വിശ്വസിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ മാനുഫാക്ചറിങ് കമ്പനിയാണ് പോർച്ച് ഓട്ടോമോട്ടീവ് എന്നുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നോക്കാം. ഇനി നമുക്ക് ഇവരുടെ ഓഫീസിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഇവിടുത്തെ MD നമുക്കൊന്ന് മീറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് നമുക്കൊന്ന് ഓഫീസിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇദ്ദേഹമാണ് ഇതിൻ്റെ MD, അതായത് പോർച്ച് ഓട്ടോമോട്ടീവിൻ്റെ MD ആണ്. എന്താണ് ഇതിന്റെ കാര്യങ്ങൾ? അതായത് നമ്മള് മെയിനായിട്ട് ലെതർ സീറ്റ്സിന്റെ മാനുഫാക്ചറിങ്, അതാണ് നമ്മൾ ചെയ്യുന്നൊരു സംഭവം. പ്രീമിയം കാറും നോർമൽ കാർസ് എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതലും നമ്മൾ പ്രീമിയം കാർസിലാണ് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വെഹിക്കിൾസ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ സംഭവങ്ങളും ലക്ഷറി നമ്മൾ ഇപ്പോൾ G-Wagon റീസെന്റ് ചെയ്ത് പോയിട്ടുണ്ട്, Audi RS5 ചെയ്തിട്ടുണ്ട്, ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലും പ്രീമിയം കാർസും സൂപ്പർ കാർസും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് അത് മാത്രമേ നമ്മൾ ചെയ്യുന്നില്ല, നോർമൽ കാർസും ചെയ്യുന്നുണ്ട്. നമുക്ക് സാധാരണ ഇപ്പോൾ നമുക്കൊരു സ്വിഫ്റ്റ് പോലത്തെ കാർസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള പിന്നെ സാധാരണക്കാർക്ക് വന്നിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ആർട്ടിഫിഷ്യൽ ലെതറിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഈ മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ക്വാളിറ്റിയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, കംഫർട്ടും ക്വാളിറ്റിയും ഉള്ള രീതിയിലുള്ള സംഭവം. PU എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് PU എന്ന് പറയുന്നത്. റെക്സിൻ പറയുന്നതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു PU ഒരു മെറ്റീരിയലാണ്. അതിൽ തന്നെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുടെ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഇതിന് നമ്മൾ കൊടുക്കുന്ന ഒരു മെയിൻ ഒരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ നമ്മൾ ലെതറിൽ ചെയ്യുന്ന ഇതിൽ കുറെ ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾ യൂണിറ്റ് കണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇതിന് ഇന്നറിൽ യൂസ് ചെയ്യുന്ന ഫോംസ്, പിന്നെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്, ത്രെഡ്, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മൾ ഒരു കോംപ്രമൈസ് നമ്മൾ തയ്യാറല്ല. നമുക്ക് അത്രയും നല്ല രീതിയിൽ കസ്റ്റമർ അത്രയും ഹാപ്പി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു പ്രൈസ് റേഞ്ച് നമുക്ക് കൂടുതലാണ്, പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇത് ചെയ്യും. അതാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ലെതർ വരുന്നത് ഇറ്റാലിയൻ ലെതർ വരുന്നുണ്ട്. ഇറ്റാലിയൻ ലെതറിൽ നമുക്ക് ഇപ്പോ പിന്നെ ഒരുപാട് കളേഴ്സ് 25 കളേഴ്സ് ഇറ്റാലിയൻ ലെതറിൽ നമുക്ക് വരുന്നുണ്ട്. 25 കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് യൂറോ നാപ്പ ലെതർ വരുന്നുണ്ട്, അതിലും 25 കളേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഇതിൽ ഏകദേശം ഒരു 30 കളേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ PUവില്. അതിൽ കുറെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്, യെല്ലോ പോലത്തെ അങ്ങനത്തെ കുറച്ച് ക്രേസി കളേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു നോർമൽ കാർസിലൊക്കെ നമുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ ഇതിന് രണ്ടിനും ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് ലെതർ അതായത് 100% നമുക്ക് ഇതാണ് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. അതിൽ നമുക്ക് ആകെ കളർ മാത്രമേ നമുക്ക് അതിൽ ആഡഡ് ആയിട്ടുള്ളൊരു ഇത് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നാച്ചുറൽ നമുക്ക് കൗണ്ട് സ്കിന്നാണ് വരുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി നമുക്ക് അതിലുണ്ടാവും, ചൂടുണ്ടാവില്ല, അങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട്. നല്ല ലാസ്റ്റ് ചെയ്യും. നമുക്കൊരു 5 ഇയർ വരെ, അതായത് നമ്മൾ ഇതിന് വാറണ്ടി എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ മെറ്റീരിയലിന്റെ വാറണ്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഇയർ ബേസ് അല്ല നമ്മൾ പറയുന്നത്. നമുക്കൊരു 50,000 റബ്ബിംഗ് കൗണ്ട്സ് എന്നുള്ളൊരു ഇതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളിങ്ങനെ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ വരുന്ന ഒരു റബ്ബിംഗ്, ആ ഒരു സംഭവം അതിന് വെച്ചിട്ടാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മുടെ സീറ്റ്സ് നമ്മളെപ്പോഴും ഇറങ്ങുന്ന കയറുന്ന ആ സൈഡിലെ സീറ്റിന്റെ ലെതർ എനിക്ക് എപ്പോഴും പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പൊ അതിന്റെ ഒരു റീസൺ ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു 50,000 ടൈംസ് ആവുന്നവരെയുള്ള അതാണ് നമ്മൾ. അപ്പൊ കൂടുതൽ ഒരു ദിവസം ഒരുപാട് സമയം യൂസ് ചെയ്യുന്ന ഒരാളാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ ആവറേജ് ഒരു 4 to 5 years നമുക്ക് ഓഫർ ചെയ്യും. പിന്നെ അതെ അതെ, അത് നമ്മള് അവർക്ക് എൻഡേവറിന് മാറിയിട്ട് റാപ്റ്റർ ചെയ്തപ്പോൾ അവർക്ക് ആ സീറ്റും അതുപോലെ തന്നെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു റാപ്റ്ററിന്. അപ്പൊ കസ്റ്റമർ നമുക്ക് ആ സീറ്റിന്റെ ഡിസൈൻ അയച്ചു തന്നു, റാപ്റ്ററിന്റെ സീറ്റിന്റെ ഡിസൈൻ അയച്ചു തന്നു. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് നമ്മളൊരു ഇപ്പോ കസ്റ്റമൈസ്ഡ് സീറ്റ്സ് നമ്മളൊരു സ്പെഷ്യാലിറ്റി ആണ്. അപ്പോൾ ഒരു 90% ഒക്കെ നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊരു സീറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മീൻസ് ഒരു സീറ്റിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസൈൻ കാണിച്ചു തന്നാൽ അതിൻ്റെ ഒരു 90% നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ആക്കി കൊടുക്കാറ്. അത് മേ ബി 100 ആവാം, പക്ഷെ 90 നമ്മൾ ഓഫർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും വരുന്നൊരു പ്രോബ്ലം, നമുക്ക് സീലിംഗ് നമ്മുടെ റൂഫ് പോകുന്നൊരു പ്രശ്നം. നമുക്ക് പിന്നെ പ്രീമിയം ക്ലാസ്സിലൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് റൂഫ് താഴ്ന്നു പോവുക, വിട്ടു പോവുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ വണ്ടിയുടെ ഇന്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവങ്ങൾക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം. യെസ്, അതെ 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 അതെ, ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ മെറ്റീരിയൽസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇതിൽ ഫോട്ടോസ് ഒക്കെ ഇതിൽ വേണമെങ്കിൽ കാണാൻ. മെറ്റീരിയൽസിന്റെ
ഓക്കെ ഇതിലുണ്ട് ഡീറ്റെയിൽസ്. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ വെച്ച് വൈൻഡപ്പ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.